അനുഭവത്തിലേക്ക്, നൽവരങ്ങളിലേക്ക് ശിഷ്യന്മാർ ഒരുമിച്ച് മാളികമുറിയിൽ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചതായിട്ടും വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധ്യമായിരുന്നു. ഇവിടെ ഓരോ ഭാഗത്തും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ ആഴമായി മനസ്സിലാക്കുവാനായിട്ട് സാധ്യമാകേണ്ടതാണ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ, ഇവിടെ 19ാമത്തെ വാക്യം തുടങ്ങുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരുള്ള സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് ഇരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് അസമാധാനത്തിൽ സമാധാനത്തിന്റെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യസ്ഥനായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അസമാധാനത്തിന്റെ നടുവിൽ ഇനിയും യേശു കർത്താവായിരിക്കുന്ന, ഇവരുടെ രക്ഷിതാവായിരുന്ന യേശു കർത്താവിനെ കാൽവറി ക്രൂശിൽ പിടിച്ചു കഴിഞ്ഞ്, കൊന്നുകഴിഞ്ഞ്, ഉയർത്തെഴുന്നേറ്റു, അവിടെ തിരിച്ചുചെയ്യാൻ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പലവിധമായ അഭ്യൂഹങ്ങൾ, ചുറ്റുപാടുകൾ നടക്കുമ്പോൾ ഇനിയും റോമ ഗവൺമെന്റ് തങ്ങളെ അറസ്റ്റ് ചെയ്യുമായിരിക്കും. യേശു കർത്താവിന്റെ ശരീരം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുമായിരിക്കും. യേശു കർത്താവിന്റെ വിജ്ഞാപികളാണെന്ന് പറഞ്ഞ് അവരെ ക്രൂശിക്കുന്നതിന് വേണ്ടി അറസ്റ്റ് ചെയ്യുമായിരിക്കും. ഇങ്ങനെയുള്ള ഭയങ്ങളുടെ നടുവിൽ ഒളിച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ചെന്നിട്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. അസമാധാനത്തിന്റെ നടുവിൽ സമാധാനത്തോടുകൂടെ ഇരിക്കുവാനായിട്ട് നമ്മളെ സാധ്യമാക്കുന്ന ശക്തിയുടെ പേരും കൂടെയാണ് എന്തെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഭാഗത്ത് അന്യഭാഷയിൽ സംസാരിക്കുന്നത് കാണുന്നില്ല, രോഗികൾക്ക് സൗഖ്യം ലഭിക്കുന്നത് കാണുന്നില്ല. എന്നാൽ യേശു കർത്താവ് അവരുടെ മേൽ ഊതി അവർക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായി. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കുവാനായിട്ട് പാടില്ല. അത് കേവലം സൗഖ്യം മാത്രമല്ല, കേവലം അന്യഭാഷകൾ മാത്രമല്ല. എന്നാൽ സമാധാനത്തിന്റെ നടുവിൽ സമാധാനത്തോടുകൂടെ നമ്മളെ നടത്തുന്നു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ദുഃഖത്തിൽ ആനന്ദത്തിന്റെ പരിമളം വീശുന്ന കാറ്റാണ്. പരിശുദ്ധാത്മാവ് ദുഃഖത്തിൽ ആനന്ദത്തിന്റെ പരിമളം വീശുന്ന കാറ്റാണ്. 20ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ച് കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. 19ാമത്തെ വാക്യത്തിൽ ഭയത്തിലും പേടിയിലുമായിരുന്ന ശിഷ്യന്മാരെ യേശു കർത്താവ് തന്റെ കൈയും വിലാപ്പുറവും കാണിക്കുകയാണ്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, 21 യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, എന്റെ പിതാവ് അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മുറിപ്പെടുവാനായിട്ട്, ശരീരം തകർക്കുവാനായിട്ട്, ജീവിതം തകർക്കുവാനായിട്ട് കടന്നു വന്ന യേശു കർത്താവിനെ പിതാവ് അയച്ചതുപോലെ നമ്മളെ അയച്ചിരിക്കുന്നു. അതിനുവേണ്ടി അതാണ് യേശു കർത്താവ് അവിടെ പറയുന്നത്. അങ്ങനെ ദുഃഖത്തിന്റെ നടുവിൽ ആനന്ദത്തിന്റെ അനുഭവം ഉണ്ടാക്കുവാനായിട്ട്, പരിമളം വീശുന്ന കാറ്റായിട്ട് പരിശുദ്ധാത്മാവ് ഇവിടെ മാറുകയാണ്. അതുകൊണ്ട് നമ്മുടെയും ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വേദനയുടെയും ദുഃഖത്തിന്റെയും സങ്കടത്തിന്റെയും ചുറ്റുപാടുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വേദനയുടെയും ദുഃഖത്തിന്റെയും സങ്കടത്തിന്റെയും അനുഭവങ്ങളുടെ നടുവിൽ നമ്മളോ നമ്മുടെ ചുറ്റുമുള്ളവരോ ആയിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ ആനന്ദത്തിന്റെ പരിമളം വീശുന്ന പരിശുദ്ധാത്മാവിന്റെ അനുഭവം നമ്മിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, പരിശുദ്ധാത്മാവ് അവിശ്വാസത്തിൽ വിശ്വാസ ശോധന ചെയ്യുന്ന അഗ്നി എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് അവിശ്വാസത്തിൽ വിശ്വാസ ശോധന ചെയ്യുന്ന അഗ്നി. 23ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ ചില ചിന്താഗതികൾ കടന്നു വരാമായിരിക്കാം. ഞാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളതിനാൽ എനിക്ക് മറ്റുള്ളവർ ചെയ്തു പോയ, ദൈവത്തിനോട് ചെയ്തു പോയ പാപങ്ങളെ മായ്ച്ചു കളയുന്നതിനും ക്ഷമിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു അധികാരമുണ്ട്. ദൈവകൃപയാൽ യേശു കർത്താവിടെ പറയുന്നതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട് എങ്കിലും നമ്മൾ ഒന്നും കൂടെ ആഴമായി നമ്മിലേക്ക് നോക്കണം. പഴയ നിയമത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, ശത്രുക്കളെ സംഹരിക്കുന്നതിന്റെ അത് യഹോവയ്ക്കുള്ളതാണ്, സൈന്യബലം യഹോവയ്ക്കുള്ളതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളല്ല എന്ത് ചെയ്യേണ്ടത്, പ്രതികാരം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലായിരിക്കുന്ന നമ്മളോട്
യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുവാനായിട്ട് കഴിയുമോ? നിങ്ങൾക്ക് നിങ്ങളോട് എതിർത്തവരെയും നിങ്ങളോട് കുശുമ്പ് വെച്ചവരോടും നിങ്ങളുടെ കുടുംബങ്ങളെ തകർക്കുവാനായിട്ട് ശ്രമിച്ചവരോടും ജീവിതങ്ങളെ തകർക്കുവാനായിട്ട് ശ്രമിച്ചവരോടുമൊക്കെ ക്ഷമിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് എങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിലും ക്ഷമയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ്. നമ്മൾ കർത്തൃപ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാറുണ്ട്. എന്താണ്? സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ആ ദർശനത്തിൽ 23-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമുക്ക് ക്ഷമ കൊടുക്കുവാനായിട്ട് സാധ്യമായി തീരുന്നുണ്ട് എങ്കിൽ ദൈവത്തിനും ക്ഷമ കൊടുക്കുവാനായിട്ട് സാധ്യമായി തീരും. നമ്മൾ ക്ഷമിക്കേണ്ടത് ദൈവം പ്രതികാരം ചെയ്യുമെന്നുള്ള മനോഭാവത്തോടു കൂടെ അല്ല. നമ്മൾ ക്ഷമിക്കുമ്പോഴും അവന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്ന് പരിശുദ്ധാത്മാവിൽ പറയുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരണമെന്ന് ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. ഒന്നാമത്തെ പാഠം വായിക്കുമ്പോൾ 2 ദിനവൃത്താന്ത പുസ്തകം 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ അവിടെ അസായെ ധൈര്യത്തിൽ ആക്കുന്നതിന് വേണ്ടി പ്രവാചകന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ദുഃഖത്തിലായിരിക്കുന്ന കൊരിന്ത്യ സഭയോട് പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമെങ്കിൽ മറ്റൊരുത്തൻ ക്രിസ്തുവിന്റെ അവയവമാണ്. കൊരിന്ത്യ ഇന്നത്തെ ലേഖന ഭാഗവും 2-ാമത്തെ പാഠവും ഒരേ അധ്യായത്തിന്റെ 2 വാക്യങ്ങളാണ്, ഒരേ അധ്യായമാണ് വായിക്കുന്നത്. അവിടെ പറയുന്നത് കൊരിന്ത്യ സഭയിൽ അന്ന് ആത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് സംശയമുണ്ടായിരുന്നു. രോഗസൗഖ്യത്തിന് വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവല്ല സ്നേഹിക്കുന്നതിന് വേണ്ടിയും ക്ഷമിക്കുന്നതിന് വേണ്ടിയും ഒക്കെയുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകുന്നത് എന്നുള്ളൊരു വ്യത്യാസമുള്ള പഠനമുണ്ടായിരുന്നു. അതിന്റെ നടുവിലാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ദൈവിക വരങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന്റെ തന്നെയാണ്. അത് ഒരുവനിൽ സ്നേഹമായിട്ടും ക്ഷമയായിട്ടും ഒക്കെ നിൽക്കുന്നുവെങ്കിൽ, സൗഖ്യമായിട്ടും ഒക്കെ നിൽക്കുന്നുവെങ്കിൽ, അന്യഭാഷാപരമായിട്ട് നിൽക്കുന്നുവെങ്കിൽ, സൗഖ്യപരമായിട്ട് നിൽക്കുന്നുവെങ്കിൽ, കൂട്ടായ്മയുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനുള്ള വിട്ടുവീഴ്ചയുടെ മനോഭാവത്തോടു കൂടി നിൽക്കുന്നുവെങ്കിൽ, ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ വരദാനമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കുക, ദുഃഖത്തിലായിരിക്കുന്നവരെ സന്തോഷത്തിലായിരിക്കുക, വിശ്വാസത്തിന്റെ ശോധനയുടെ അഗ്നിയിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ പേറിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് സാധ്യമാകുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന പദത്തിൽ നമ്മൾ ഒരിക്കലും തെറ്റിപ്പോകുവാനായിട്ട് ഇടയായിത്തീരരുത്. അത് നമ്മിൽ നിന്ന് പുറപ്പെടേണ്ട ദൈവസ്നേഹത്തിന്റെ അനുഭവങ്ങൾ കൂടെയാണ്. ചുറ്റുപാടുകളല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്. നമുക്ക് അപ്രകാരം പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിന്റെ ഉറവിടമായി തീരുവാൻ ദൈവം നമ്മളെല്ലാവരെയും ഇടയാക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാൾക്ക് പ്രാർത്ഥിക്കും.